അങ്കണവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണി വേണമെന്ന ശംഖുവിന്റെ ആഗ്രഹം സാധിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മുട്ട ബിരിയാണി, പുലാവ് എന്നിവ ഉൾപ്പെടുത്തി ഭക്ഷണ മെനു പരിഷ്കരിച്ചു. ആഴ്ചയിൽ 2 ദിവസം നൽകിയിരുന്ന പാലും മുട്ടയും 3 ദിവസമാക്കി. പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ് കുറച്ചുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കിയാണ് മെനു പരിഷ്കരിച്ചതെന്ന് മന്ത്രി അറിയിച്ചു. സനിസ ശോഭാചന്ദ്രൻ ചേരുന്നുണ്ട്. സനിസ, അന്ന് തന്നെ മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു മെനുവിൽ മാറ്റം ഉണ്ടാകുമെന്ന്. അതുപോലെ തന്നെ സർക്കാർ മെനുവിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് മാറ്റങ്ങൾ? യെസ്, അങ്കണവാടിയിലെ ഭക്ഷണ മെനുവിലാണ് മാറ്റം വരുത്തിയത്. അന്ന് ശംഖു എന്ന അങ്കണവാടി കുട്ടി ഒരു വീഡിയോ അത് വളരെ വൈറലായിരുന്നു. അതിനോട് മന്ത്രി അന്ന് തന്നെ പ്രതികരിച്ചിരുന്നു, മാറ്റം വരാം എന്നൊക്കെ. അത്തരത്തിൽ ഒരു മാറ്റമാണ് സർക്കാർ ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. ഉപ്പുമാവില്ല, പകരം പഞ്ചസാരയുടെയും ഉപ്പിന്റെയും ഒക്കെ അളവ് ക്രമീകരിച്ചുകൊണ്ട് ബിരിയാണി നൽകാം എന്നുള്ള തീരുമാനം, പുലാവും ബിരിയാണിയും ഒക്കെ നൽകാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. പാലും മുട്ടയും 3 ദിവസം നൽകാമെന്ന തീരുമാനത്തിലേക്കുമാണ് സർക്കാർ എത്തിയിരിക്കുന്നത്. സനിസ വീണ്ടും ചേരുന്നുണ്ട്. സനിസ, തുടർന്നോളൂ. ധന്യ, അങ്കണവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണി വേണമെന്ന ശംഖുവിന്റെ ആഗ്രഹം സാധിച്ചു നൽകിയിരിക്കുകയാണ് മന്ത്രി വീണ ജോർജ്. ശംഖുവിന്റെ വീഡിയോ ഏറെ വൈറലായിരുന്നു. ഉപ്പുമാവിന് പകരം ചിക്കൻ കാലും ബിരിയാണിയും വേണമെന്ന ആ കുട്ടിയുടെ വീഡിയോ കണ്ടതിന് ശേഷം മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നു. ഇന്ന് ആ ഉറപ്പ് പാലിച്ചിരിക്കുകയാണ്.